Hi everyone. നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ കുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സർക്യൂട്ട് ബ്രേക്കേഴ്സ് വിച്ച് യൂസസ് ദി ഇൻസുലേറ്റിംഗ് ഓയിൽ ആസ് ദ ആർക്ക് ക്വെഞ്ചിങ് മീഡിയം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർക്യൂട്ട് ബ്രേക്കറിൻ്റെ അകത്ത് ആർക്ക് ക്വെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയത്തിനനുസരിച്ചാണ് അത് ഡിഫറെൻറ്റ് ടൈപ്സ് ആക്കിയിട്ട് നമ്മൾ തരംതിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആർക്ക് ക്വെഞ്ചിങ് മീഡിയം, അതായത് ആ രണ്ട് ആർക്കിൻ്റെ ഇടയ്ക്ക്, അതായത് രണ്ട് കോണ്ടാക്റ്റിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആർക്ക് ഏത് മീഡിയത്തിലാണോ ആ ആർക്കിനെ ഇല്ലാതാക്കുന്നത് ആ മീഡിയത്തിനനുസരിച്ച് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ മീഡിയം എയർ ആണെങ്കിൽ എയർ സർക്യൂട്ട് ബ്രേക്കർ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ആ മീഡിയം ഓയിലാണെങ്കിൽ, ഒരു ഇൻസുലേറ്റിംഗ് ഓയിൽ, എക്സാമ്പിൾ ട്രാൻസ്ഫോമർ ഓയിലൊക്കെ പോലെ ഒരു ഇൻസുലേറ്റിംഗ് ഓയിലാണെങ്കിൽ നമ്മളതിനെ ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് വിളിക്കും. The main contacts of the OCB, oil circuit breaker, are opened under the oil and an arc is struck between them. അപ്പോൾ അതിൻ്റെ മെയിൻ കോണ്ടാക്റ്റ് ഓപ്പൺ ആവുന്നത് ഓയിൽ എന്ന മീഡിയത്തിലായത് കാരണം അതിൻ്റെ ഇടയ്ക്ക് തന്നെ ആർക്കും ക്രിയേറ്റ് ചെയ്യുന്നതാണ്. The heat of the arc evaporates the surrounding oil and dissociates into gases of hydrogen at high pressure. അപ്പോൾ ഈ ആർക്ക് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഹീറ്റ് കാരണം ആ ചുറ്റിലും, ആർക്കിൻ്റെ ചുറ്റിലുമായിട്ട് ഉണ്ടാവുന്ന ഓയിലിനെ അതെന്ത് ചെയ്യും, ഇവാബറേറ്റ് ചെയ്തിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് ഹൈഡ്രജൻ്റെ ഗ്യാസസ്, അതായത് ഹൈഡ്രജൻ ഗ്യാസിനെ ആക്കിയിട്ട് അതെന്ത് ചെയ്യും, ഡിസോസിയേറ്റ് കിട്ടും അറ്റ് ഹൈ പ്രഷർ. ദ ഹീറ്റ് ഓഫ് ദി ആർക്ക് ഇവാബറേറ്റ്സ് ദ സറൗണ്ടിങ് ഓയിലിനെ അത് ഇവാബറേറ്റ് ചെയ്യും ആൻഡ് ഡിസോസിയേറ്റ്സ് ഇൻ ടു ഗ്യാഷ്യസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ആക്കിയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും ഓയിലിനെ അറ്റ് ഹൈ പ്രഷറിൽ. The hydrogen gas occupies a volume about 1000 times than that of the oil decomposed. അപ്പോൾ ഡീകമ്പോസ് ചെയ്ത ഓയിൽ നിന്നിരുന്ന വോളിയത്തിനേക്കാളും ഏകദേശം ഒരു 1000 ടൈംസ് കൂടുതലായിരിക്കും അവിടെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ഗ്യാസ് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം. The oil is therefore pushed away from the arc and an expanding hydrogen gas bubble surrounds the arc region of the contacts. അതുകൊണ്ട് തന്നെ എന്താ ഉണ്ടാവുക, ഹൈഡ്രജൻ ഗ്യാസിൻ്റെ വോളിയം ഒക്യുപ്പൈ ചെയ്യുന്നത് കൂടുതലായത് കാരണം ഈ ഹൈഡ്രജൻ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അത് അവിടെ ഉണ്ടാവുന്ന ആർക്കിനെ പുഷ്, അതായത് ആർക്കിനെ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ആൻഡ് ആൻ എക്സ്പാൻഡിങ് ഹൈഡ്രജൻ ഗ്യാസ് ബബിൾ സറൗണ്ട്സ് ദി ആർക്ക് റീജിയൻ ഓഫ് ദ കോണ്ടാക്റ്റ്. അവിടെ ഉണ്ടാകുന്ന ആർക്കിനെ അത് തെന്നി മാറ്റിയിട്ട് ഹൈഡ്രജൻ ബബിൾസ് ആർക്കിന് ചുറ്റുമായിട്ട് തിങ്ങി നിൽക്കും. ദ ആർക്ക് എക്സ്റ്റൻഷൻ ഈസ് കംപ്ലീറ്റഡ് ബൈ 2 പ്രോസസ്സ്. ഇവിടെ ആർക്ക് എക്സ്റ്റൻഷൻ ഇവിടെ നടക്കുന്നത് 2 പ്രോസസ്സ് വഴിയാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ഹൈഡ്രജൻ ഗ്യാസ് ഹാസ് ഹൈ ഹീറ്റ് കണ്ടക്ടിവിറ്റി. ഹൈഡ്രജൻ ഗ്യാസിന് ഹൈ ഹീറ്റ് കണ്ടക്ടിവിറ്റി ഉണ്ട്, കൂടുതൽ ഹീറ്റ് കടത്തിവിടാനുള്ള കഴിവുണ്ട്. ആൻഡ് കൂൾസ് ദ ആർക്കിനെ കൂൾ ചെയ്യുകയും ചെയ്യും. ദസ് എയ്ഡിങ് ദ ഡീഅയണൈസേഷൻ ഓഫ് ദി മീഡിയം ബിറ്റ്വീൻ ദി കോണ്ടാക്ട്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, കോണ്ടാക്ട്സിന് ചുറ്റുമുള്ള മീഡിയത്തിൻ്റെ ഡീഅയണൈസേഷന് വേണ്ടിയിട്ട് സഹായിക്കും. ആ ഹീറ്റ് അവിടെ ഉണ്ടാവുമ്പോൾ അങ്ങനെ എക്സ്പാൻഡ് നടക്കുന്നുണ്ടെങ്കിൽ കൂടി ആർക്കിനെ പെട്ടെന്ന് കൂൾ ചെയ്യാനും ഹൈ ഹീറ്റിനെ കടത്തിവിടാനുമുള്ള കഴിവ് ഹൈഡ്രജൻ ഗ്യാസിന് ഉണ്ടായതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന മീഡിയത്തിൻ്റെ ഡീഅയണൈസേഷനും പെട്ടെന്ന് നടക്കും. The gas sets up turbulence in the oil and forces it into the space between the contacts, thus eliminating the arc. രണ്ടാമതായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഗ്യാസ്, അവിടെ ഉണ്ടാവുന്ന ഗ്യാസ് എന്ത് ചെയ്യും, ഓയിലിൽ ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യും. അവിടെ പക്ക ഓയിലാണ് ഉണ്ടായിരുന്നത്, ആ ഓയിലിൽ ടർബുലൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്പേസിൽ, അതായത് കോണ്ടാക്ട്സിന് ഇടയ്ക്കുള്ള സ്പേസിലേക്ക് എന്തിനേയും ഓയിലിനെ അങ്ങ് ടർബുലൻസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഫോഴ്സ് ചെയ്ത് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. ദസ് എലിമിനേറ്റിംഗ് ദി ആർക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന ആർക്കിനെ എല്ലാം തെന്നി മാറ്റി കളയുകയാണ് അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ചെയ്യുന്നത്. The result is the arc is extinguished and the circuit current is interrupted. സോ അതിന് എന്താ ഉണ്ടാവുക, റിസൾട്ട് ഉണ്ടാവുന്നത് അവിടെ ഉണ്ടാകുന്ന ആർക്കിനെ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യും, ആർക്കിനെ നശിപ്പിച്ച് കളയും. എന്നിട്ട് സർക്യൂട്ട് കറണ്ട് വീണ്ടും ഇൻറ്ററപ്റ്റ് ചെയ്യും. അതായത് അവിടെ ഉണ്ടായിരുന്ന സർക്യൂട്ട് കറണ്ട്, നമ്മൾ പറഞ്ഞു ഒരു ആർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആർക്കിലൂടെ ഒരു എമൗണ്ട് ഓഫ് കറണ്ട് പാസ് ചെയ്യുന്നുണ്ടാവും. ഈ കറണ്ട് ഇൻറ്ററപ്റ്റ് ചെയ്യുക എന്നതാണ് ഈ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ശരിക്കുള്ള ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ സർക്യൂട്ടിൻ്റെ കറണ്ടിനെ ഇൻറ്ററപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, കോണ്ടാക്ട്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും ഒരു ആർക്ക് ഉണ്ടാവും. ഈ ആർക്കിലൂടെ ഒരു കറണ്ടും പാസ് ചെയ്യുന്നുണ്ടാവും. സോ അവിടെ എന്ത് ചെയ്യുന്നില്ല, കറണ്ടിനെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നില്ല.
സർക്യൂട്ട് ഇപ്പോഴും ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ആ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ ആ കോണ്ടാക്ട്സിനിടയ്ക്കുള്ള ആർക്കിനെ ഇല്ലാതാക്കി ആ ആർക്കിലൂടെ പോകുന്ന കറണ്ടിനെ ഇല്ലാതാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന 2 പ്രോസസ്സാണ് പറഞ്ഞത്. ഒന്ന് ഹൈഡ്രജൻ്റെ ഹൈ കണ്ടക്ടിവിറ്റിയും ഹൈഡ്രജൻ്റെ ആർക്കിനെ കൂൾ ചെയ്യാനുള്ള പ്രോപ്പർട്ടിയും കാരണം ഹൈഡ്രജൻ എന്ത് ചെയ്യും, ഡീഅയണൈസേഷൻ ഓഫ് ദ മീഡിയത്തിന് വേണ്ടി സഹായിക്കും. പിന്നെ ഈ ഹൈഡ്രജൻ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓയിലിൽ ടർബുലൻസ് ഉണ്ടാക്കിയിട്ട് ഓയിലിൻ്റെ ചുറ്റും കോണ്ടാക്ട്സിന് ചുറ്റുമുള്ള ആർക്കിനെ ഫോഴ്സ് ചെയ്ത് സ്പേസിലേക്ക് മാറ്റി കോണ്ടാക്ട്സ് ബിറ്റ്വീൻ ദ സ്പേസ് ബിറ്റ്വീൻ ദ കോണ്ടാക്ട്സിന് ഇടയ്ക്കുള്ള സ്പേസിൽ എന്ത് ചെയ്യും, ഫോഴ്സ് ചെയ്ത് ആർക്കിനെ തെന്നി മാറ്റിക്കളയും. അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആർക്കിനെ ഒഴിവാക്കി കളയുന്നത്. The advantages of oil as an arc quenching medium. ഒരു ആർക്ക് ക്വെഞ്ചിങ് മീഡിയം ആയിട്ട് നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് അബ്സോർബ്സ് ദി ആർക്ക് എനർജി ടു ഡീകമ്പോസ് ദ ഓയിൽ ഇൻ ടു ഗ്യാസസ് വിച്ച് ഹാസ് എക്സലൻറ്റ് കൂളിംഗ് പ്രോപ്പർട്ടി. ഈ ആർക്ക് ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് അല്ലെങ്കിൽ ആ ഒരു ആർക്ക് എനർജീനെ അബ്സോർബ് ചെയ്യും, അവിടെ ഉണ്ടാകുന്ന ഓയിൽ അബ്സോർബ് ചെയ്യും. ഓയിൽ ഈ ആർക്കിൻ്റെ എനർജീനെ അല്ലെങ്കിൽ ആ ഹീറ്റ് എനർജിയാണ് ഇവിടെ ഉള്ളത്. ഹീറ്റ് എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് ഓയിലിനെ ഗ്യാസസ് ആക്കിയിട്ട് എന്ത് ചെയ്യും, ഡീകമ്പോസ് ചെയ്യും. അങ്ങനെ ഓയിലിനെ ഗ്യാസ് ആക്കി ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൂളിംഗ് കുറച്ചും കൂടെ സ്പീഡായിട്ട് നടക്കും. അതായത് എക്സലൻറ്റ് കൂളിംഗ് പ്രോപ്പർട്ടീസാണ് ഗ്യാസിന് ഉള്ളത്. It acts as an insulator and permits smaller clearance between the main contacts. ഓയിൽ ഒരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കോണ്ടാക്ട്സിൻ്റെ ഇടയ്ക്ക് ഒരു സ്മോൾ ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്യാനും ഓയിലിന് സാധിക്കും. ദി സറൗണ്ടിങ് ഓയിൽ പ്രസൻസ് ദി കൂളിംഗ് സർഫസ് ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി ടു ദ ആർക്ക്. അതിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന അതായത് സറൗണ്ടിങ് ഓയിൽ പ്രസൻസ് ദ കൂളിംഗ് സർഫസ്, അതായത് ആർക്കിൻ്റെ ചുറ്റുമായിട്ട് അല്ലെങ്കിൽ ആർക്കിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കൂളിംഗ് സർഫസ് ക്രിയേറ്റ് ചെയ്യാനും കൂടി, ആർക്കിന് നല്ല ചൂടായിരിക്കും, സോ ആ ഹീറ്റ് ഒഴിവാക്കാൻ അവിടെ ഒരു കൂളിംഗ് സർഫസ് അല്ലെങ്കിൽ ഒരു കൂളിംഗ് സറൗണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനും കൂടി ഓയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓയിൽ ആസ് എൻ ആർക്ക് ക്വെഞ്ചിങ് മീഡിയം. ഇനി ആർക്ക് ക്വെഞ്ചിങ് മീഡിയം കൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന്. ഓയിൽ ഒരു ആർക്ക് ക്വെഞ്ചിങ് മീഡിയം ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജസ്. ഇറ്റ് ഈസ് ഇൻഫ്ലേമബിൾ ആൻഡ് ദർ ഈസ് എ റിസ്ക് ഓഫ് ഫയർ. നമുക്കറിയാം ഓയിൽ ചിലപ്പം കത്തിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഓയിൽ ഇൻഫ്ലേമബിൾ ആണ്, അവിടെ ഫയർ ഉണ്ടാവാനുള്ള റിസ്ക്കും ഒരു ചാൻസ് കാണുന്നുണ്ട്. ആൻഡ് ഇറ്റ് മേ ഫോം ആൻ എക്സ്പ്ലോസീവ് മിക്സ്ചർ വിത്ത് എയർ. ഓയിൽ ചിലപ്പം ആ എയറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു എക്സ്പ്ലോസീവ് മിക്സ്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദ ആർക്കിംഗ് പ്രോഡക്ട്സ്, എക്സാമ്പിൾ കാർബൺ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന അതിൽ വരുന്നത്. ആർക്കിംഗ് പ്രോഡക്ട്സ്, ആർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്ന പ്രോഡക്റ്റാണ്, ബൈ പ്രോഡക്റ്റാണ് ഇത് കാർബൺ. കാർബൺ എന്ത് ചെയ്യാം, റിമെയിൻ ഇൻ ദ സോയിൽ ആൻഡ് ഇറ്റ് ഡിറ്റീരിയറേറ്റ്സ് ദ ക്വാളിറ്റി ഓഫ് ദ ഇൻസുലേറ്റിംഗ് ഓയിൽ. നമ്മൾ ആ ഓയിൽ മാറ്റുന്നില്ല, അവിടെ ഓയിൽ തന്നെ വീണ്ടും നിൽക്കുകയാണെങ്കിൽ ഈ ആർക്ക് ഉണ്ടായി കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബൈ പ്രോഡക്ട്സ് ആയിട്ടുള്ള കാർബൺ പോലെയുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ കാർബൺ പോലെയുള്ള മെറ്റീരിയൽസ് ഓയിലിൽ തന്നെ നിൽക്കുകയും ഓയിലിൻ്റെ ക്വാളിറ്റീനെ ഡീറ്റീരിയറേറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. പീരിയോഡിക് ചെക്കിംഗ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ദ ഇൻസുലേറ്റിംഗ് ഓയിൽ ഇസ് റിക്വയർഡ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഓയിൽ ഇവിടെ ആർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആർക്കിൽ ബൈ പ്രോഡക്ട്സ് ഉണ്ടാകും, അത് ഓയിലിൻ്റെ ക്വാളിറ്റീനെ നഷ്ടപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പീരിയോഡിക് ആയിട്ടുള്ള ചെക്കിങ്ങും റീപ്ലേസ്മെൻറ്റ് ഓഫ് ദ ഇൻസുലേറ്റിംഗ് ഓയിലും അത്യാവശ്യമാണ്. ദെൻ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിനകത്ത് തന്നെ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഒരെണ്ണമാണ് പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ ആണെങ്കിൽ ദ മെയിൻ കോണ്ടാക്ട്സ് ആർ പ്ലേസ്ഡ് അണ്ടർ ദി ഹോൾ ഓയിൽ ഇൻ ദ ടാങ്ക്. ഇവിടെ എന്താ ചെയ്യുന്നത്, മൊത്തം കോണ്ടാക്ട്സ് മെയിൻ കോണ്ടാക്ട്സിനെ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ടാങ്കിൽ ഓയിൽ നിറച്ച സ്ഥലത്താണ് ഈ കോണ്ടാക്ട്സ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ദർ ഈസ് നോ സ്പെഷ്യൽ സിസ്റ്റം ഫോർ ആർക്ക് കൺട്രോൾ അതർ ദാൻ ദ ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് സെപ്പറേഷൻ ഓഫ് ദ കോണ്ടാക്ട്സ്. ഇവിടെ ആർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ളൊരു സിസ്റ്റം ഒന്നുമില്ല. പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോണ്ടാക്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ഓയിലിലാണ്. ആർക്കിൻ്റെ ഹീറ്റ് കാരണം ഓയിൽ ഡികമ്പോസ് ചെയ്യും, സോ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും, അത് എക്സ്പാൻഡ് ചെയ്യും, ആർക്കിനെ അവിടെ നിന്ന് തെന്നി മാറ്റിക്കളയും, അങ്ങനെ എലിമിനേറ്റ് ചെയ്യും. ഇതല്ലാതെ ആർക്കിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തിട്ട് ആർക്ക് എക്സ്റ്റൻഷൻ നടക്കുന്നതല്ലാതെ സ്പെഷ്യലായിട്ടുള്ളൊരു മെക്കാനിസം ഒന്നും ഇവിടെ ഇല്ല. The arc extension occurs when a critical gas is reached between the contacts. ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഗ്യാസ്, ഹൈഡ്രജൻ പോലൊരു ഗ്യാസ് അതിൻ്റെ ഇടയ്ക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ എന്ത് നടക്കുന്നത്, ആർക്ക് എക്സ്റ്റൻഷൻ നടക്കുന്നത്. The plain brake oil circuit breaker is the oldest type and has a very simple construction. ഇത് ഏറ്റവും പഴയതായിട്ടുള്ളൊരു മോഡലാണ്, സിമ്പിൾ കൺസ്ട്രക്ഷനുമാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫിക്സഡ് ആൻഡ് മൂവിങ് കോണ്ടാക്ട്സ്. അവിടെ എന്താ ഉള്ളത്, ഫിക്സഡ് കോണ്ടാക്ട്സും ഉണ്ട്, മൂവിങ് കോണ്ടാക്ട്സും ഉണ്ട്. എൻക്ലോസ്ഡ് ഇൻ എ സ്ട്രോങ് വെതർ ടൈറ്റ് എർത്തൻഡ് ടാങ്ക്
containing transformer oil up to a certain level and an air cushion above the oil level. അപ്പോൾ ഒരു ട്രാൻസ്ഫോമർ പോലെയുള്ള ഒരു ഓയിലിനെ എർത്ത് ടൈറ്റ് വെതർ ടൈറ്റ് അല്ലെങ്കിൽ എർത്ത് ടാങ്കിൻ്റെ അകത്ത് എർത്തൻ ചെയ്ത് വെതർ ടൈറ്റ് ടാങ്കിൻ്റെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഈ ഫിക്സഡ് കോയിലും മൂവിങ് കോയിലും എൻക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൂടാതെ ഒരു സെർട്ടൈൻ ലെവൽ വരെ ഓയിൽ ഉണ്ടാവും. ആ ഓയിലിൻ്റെ മേലേക്ക് ഒരു എയർ കുഷനും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എയർ കുഷൻ എന്ന് പറയുമ്പോൾ എയർ മാത്രമായിട്ടുള്ള ഒരു ഏരിയ, ഓയിൽ ഇല്ലാതെ എയർ മാത്രമായിട്ടുള്ള ഒരു ഏരിയ കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. The air cushion provides sufficient room to arc gases without the generation of unsafe pressure in the circuit breaker. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ അകത്ത് അൺസേഫ് ആയിട്ടുള്ള പ്രഷർ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എയർ കുഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്തേക്ക് പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആർക്ക് കൊണ്ടുണ്ടാകുന്ന ഗ്യാസസിന് ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂം പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ എയർ കുഷൻ ചെയ്യുന്നത്. It also absorbs the upward oil movement. അപ്വേർഡ് ഓയിൽ മൂവ്മെൻറ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ എയർ കുഷൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫിഗറിൽ കാണിച്ചിട്ടുള്ളതാണ് ഒരു ഡബിൾ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. അതിന് ഡബിൾ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയാൻ കാരണം സീരീസ് ആയിട്ട് 2 ബ്രേക്ക് നടക്കുന്നത് കൊണ്ടാണ് അവിടെ ഡബിൾ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. Under normal operating condition, the fixed and moving contacts remains closed and carries the normal circuit current. നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ എന്തായിരിക്കും, ഫിക്സഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും ക്ലോസ്ഡ് ആയിട്ടിരിക്കും. അതിലൂടെ നോർമൽ കറണ്ട് പാസ് ചെയ്ത് പോവുകയും ചെയ്യും. When a fault occurs, the moving contacts are pulled down by the tripping mechanism. ഫോൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ മൂവിങ് കോണ്ടാക്റ്റ് എന്ത് ചെയ്യും, ട്രിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് താഴേക്ക് വലിക്കും. And an arc is produced which vaporizes the oil into hydrogen gas. So എന്ത് ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് ആർക്ക് സെപ്പറേറ്റ് ആകുമ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു കോണ്ടാക്ട്സ് സെപ്പറേറ്റ് ആകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യും. ആ ആർക്കിൻ്റെ ഹീറ്റ് കാരണം ഓയിൽ ഇവാബറേറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. The air extinction is completed by the following process. ഇവിടെ എയർ എക്സ്റ്റൻഷൻ അല്ല, ആർക്ക് എക്സ്റ്റൻഷൻ നടക്കുന്നത് ഫോളോയിങ് പ്രോസസ്സ്. ഈ പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ് ആർക്ക് എക്സ്റ്റൻഷൻ നടക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ബബിൾ ജനറേറ്റഡ് അറൗണ്ട് ദി ആർക്ക് കൂൾസ് ദി ആർക്ക്. അതായത് ആർക്കിൻ്റെ ചുറ്റുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യും, ഹൈഡ്രജൻ ഗ്യാസ് ബബിൾസ് ആർക്കിനെ കൂൾ ചെയ്യും. ദ നെക്സ്റ്റ് വൺ, ദി ഗ്യാസ് സെറ്റ്സ് അപ്പ് ടർബുലൻസ് ഇൻ ദ ഓയിൽ ആൻഡ് ഹെൽപ്സ് ഇൻ എലിമിനേറ്റിംഗ് ദി ആർക്ക്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള ഒരു ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിന് അതേ ഫംഗ്ഷനിങ് തന്നെ. ഗ്യാസ് ഓയിൽ ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യും, അങ്ങനെ ആർക്കിനെ ഒഴിവാക്കും. As the arc lengthens due to the separation of the contacts, the arc voltage is increased. ആർക്ക് ലെങ്തൻ ചെയ്യുന്നതോടുകൂടി എന്ത് സംഭവിക്കും, ആർക്കിൻ്റെ വോൾട്ടേജ്, ട്രാൻസിഷൻ വോൾട്ടേജ് ഡിക്രീസ് ചെയ്തിട്ട് ആർക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. The result is at some critical gap the arc is extinguished and the circuit current is interrupted. So എന്താണ് അതിൻ്റെ റിസൾട്ട്, ഒരു ക്രിട്ടിക്കൽ ഗ്യാപ്പ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ്, കോണ്ടാക്ട്സിനിടയ്ക്കുള്ള ഗ്യാപ്പ്, ഒരു ക്രിട്ടിക്കൽ ഗ്യാപ്പ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ആർക്ക് എക്സ്റ്റിങ്ക്യൂഷൻ നടക്കും, സർക്യൂട്ടിലെ കറണ്ട് ഇൻറ്ററപ്റ്റഡ് ആവും, സർക്യൂട്ടിലെ കറണ്ടിനെ അവിടെ തടസ്സപ്പെടുത്തും. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം ദർ ഈസ് നോ സ്പെഷ്യൽ കൺട്രോൾ ഓവർ ദി ആർക്ക് അതർ ദാൻ ദ ഇൻക്രീസ് ഇൻ ദ ഗ്യാപ്പ് ലെങ്ത്. സ്പെഷ്യൽ കൺട്രോൾ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദീസ് ബ്രേക്കേഴ്സ് ഹാവ് ലോങ് ആൻഡ് ഇൻകൺസിസ്റ്റൻറ്റ് ആർക്കിംഗ് ടൈംസ്. ഇവിടെ ഉണ്ടാകുന്ന ആർക്കിംഗ് ടൈം, ആർക്ക് നിൽക്കുന്ന ടൈം എന്ന് പറയുന്നത് കുറച്ച് ലോങ് ആണ്, അതുപോലെ തന്നെ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഒരുപോലെ ആവില്ല. ദ സ്പീഡ് ഓഫ് ഇൻട്രപ്ഷൻ ഈസ് ലെസ്. അത് കറണ്ട് ഇൻട്രപ്റ്റ് ചെയ്യുന്ന സ്പീഡ് കുറവാണ്. പയ്യെ അത് കറണ്ട് ഇൻട്രപ്ഷൻ നടക്കുകയുള്ളൂ, അത്ര പെട്ടെന്ന് കറണ്ട് ഇൻട്രപ്ഷൻ നടക്കുന്നില്ല. ഡ്യൂ ടു ദീസ് ഡിസഡ്വാൻറ്റേജസ് പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആർ യൂസ്ഡ് ഓൺലി ഫോർ ലോ വോൾട്ടേജ്. ലോ വോൾട്ടേജിൽ മാത്രമാണ് ഇങ്ങനത്തെയുള്ള ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ലോ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിൽ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. നോട്ട് എക്സീഡിങ് 11 kV ആപ്ലിക്കേഷൻ, 11 kV മേലേക്ക് സാധാരണ ഉപയോഗിക്കാറില്ല. അതിൻ്റെ താഴെയുള്ള ആപ്ലിക്കേഷനിൽ മാത്രമാണ് പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യാറുള്ളത്.